അസ്സലാമലൈക്കും. അൻഷൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ വെണ്ണൂറ് വരുന്ന വീഡിയോസ് ഒന്നും എടുക്കണില്ല കേട്ടോ. ഇന്ന് നമുക്ക് ചായക്ക് കടി ഭൂരിയാണ് കേട്ടോ. അപ്പം ഭൂരിക്ക് നമ്മൾ നല്ല മൈദപ്പൊടി നല്ല ഇട്ട് എടുത്തിരിക്കുന്നത് നമ്മളെ നല്ല ഗോതമ്പ് പൊടി ഉണ്ടല്ലോ അതെടുത്തിട്ട് പച്ചവെള്ളം ഉപ്പും ഒക്കെ പറന്ന് നല്ലോണം കുഴച്ചെടുത്താണ് കേട്ടോ. എന്നിട്ട് ഞാൻ എന്താട്ടി നമ്മളെ മെഷീൻ ഉണ്ടല്ലോ ചപ്പാത്തി പരത്തണ മെഷീനിൽ വെച്ചിട്ട് പരത്തിയെടുക്കാൻ കേട്ടോ. പിന്നെ ഞാനിങ്ങനെ പലകമ്മലൊന്നും പരത്തണില്ല, അതിങ്ങനെ പരത്തുക അങ്ങനെ എണ്ണയ്ക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ തന്നെ നമ്മളെ ചപ്പാത്തീൻ്റെ ഇത് വെച്ചിട്ട് ഭൂരി ചുട്ടാൽ നല്ല രസമാണ്, നല്ലോണം പൊള്ളപ്പം ചെയ്തു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഭൂരിയൊക്കെ ചുട്ട് കഴിഞ്ഞു. പിന്നെ ഞാൻ കുക്കറിൽ കേങ്ങും പച്ചമുളകും മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ടുകൊണ്ട് ഞാൻ വെച്ചിന്, അതൊക്കെ വെന്ത് പിന്നെ ഞാൻ ഭൂരി പൊരിച്ചെടുത്ത ചട്ടിയിൽ നിന്ന് കുറച്ച് എണ്ണയൊക്കെ മുക്കിയിട്ട് കടുകും കരിവേപ്പിൻ്റെ ഇലയൊക്കെ എടുത്ത് പൊട്ടിച്ച് പാർന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഭൂരി ഇങ്ങനെ ചുട്ട് നിന്നപ്പോഴാണ് കേട്ടോ നമ്മളെ ചെറിയ നാത്തൂതാത്ത വിളിച്ചത്, ഓക്ക് നിലമ്പൂരറ്റൊന്ന് പോകണം ബാങ്കിൽ, അപ്പോൾ ഒന്ന് പോന്ന് തരുമോയെന്ന് ചോദിച്ച്. അപ്പോൾ ഞാൻ ആയിക്കോട്ടെ ആയിരുന്നു. അപ്പോൾ ഇതിന് ഞാൻ വേഗം ചോറും കൂട്ടാനൊക്കെ ആക്കി വെക്കാണ് കേട്ടോ. 9 മണിയാകുമ്പോഴത്തേന് പോവും വേണം. അപ്പോൾ ഇതിന് ചോറൊക്കെ വേകണം. അപ്പോൾ അല്ലെങ്കിൽ ഞാൻ കടിയായി കഴിഞ്ഞാൽ പിന്നെ തണിയും തീമിട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചോറൊക്കെ ഒരു 10 മണിയാവട്ടെ വെക്കണമെങ്കിൽ. അപ്പം ഞാൻ വേഗം ചോറൊക്കെ തീമിടും. നമ്മളെ ചപ്പാത്തിൻ്റെ പൊടിയുണ്ട് കണ്ടില്ലേ, ഭൂരി ചുട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് പൊന്തിയതൊക്കെ. പിന്നെ ഞാനിന്ന് കൂട്ടാൻ വെക്കണത് നമുക്ക് അയലോക്കത്തുനിന്ന് മുടിയളീച്ചലിൻ്റെ കുറച്ച് ഇറച്ചി ഇട്ടിരിക്കണം കേട്ടോ. അപ്പോൾ അത് ഞാൻ മുറിച്ചാണ് കേട്ടോ. അപ്പോൾ ചോറിൻ്റെ വെള്ളമൊക്കെ തിളച്ചിക്കണ് വെച്ച തണീനൊക്കെ ചൂടായി വന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ അരിയൊക്കെ ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. പിന്നെ ഇറച്ചി ഇങ്ങനെ മുറിച്ചണം കേട്ടോ. കട്ടിയും ബോർഡുമ്പോൾ വെച്ച് മുറിച്ചത് ഭയങ്കര ഗതികേടാണ്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഇറച്ചി മുറിച്ചൽ. പിന്നെ അതാക്കണേ ഞാൻ ഇറച്ചിയൊക്കെ മുറിച്ചു. ഇനി നമുക്ക് എന്താട്ടണം, അതൊക്കെ ഒന്ന് നല്ലോണം കേകി വൃത്തിയാക്കി വെക്കണം. അപ്പോൾ നമ്മളെ ചോറ് ഇതാ തിളച്ച് വന്നിക്കണം കേട്ടോ, അരി ഇട്ടുകൊണ്ട് തിളച്ച് വന്നിക്കണം. അപ്പോൾ ഒന്ന് വെന്തിക്കണോ എന്നൊക്കെ നോക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ ചോറ് വെന്തിട്ട് വേണം നമുക്ക് ആ അടുപ്പത്ത് ഇറച്ചി വെക്കാൻ കേട്ടോ. അപ്പോൾ 9 മണിയാകുമ്പോഴത്തേന് പണിയൊക്കെ കഴിച്ചണമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ മാണെങ്കിൽ ചക്ക വേരിലും കായ്ക്കുമെന്ന് പറഞ്ഞില്ലേ, അതേമാതിരി നമുക്ക് മാണെന്ന് വെച്ചെങ്കിൽ പണിയൊക്കെ പെട്ടെന്ന് കാച്ചട്ടോ. അപ്പോൾ 9 മണിയാകുമ്പോഴത്തേന് ഇഞ്ച ചോറും കൂട്ടാനും അടിച്ചലും തുടക്കലും പാത്രം മോറലും തിരുമ്പലും ഒക്കെ കഴിഞ്ഞിക്കണേ. അപ്പോൾ ഞാൻ ഇറച്ചിക്ക് മസാലകളൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഈ കറുത്ത് നിൽക്കുന്നതാക്കണം അത് നമ്മൾ പൊടിച്ച പൊടിയാണ് കേട്ടോ. നമ്മളെ അത് നല്ല വറുത്ത് പൊടിച്ച പൊടി, മറ്റേ അതിൻ്റെ അടിയിൽ കണ്ടില്ല അത് നമ്മൾ പീടിയത്തെ പൊടിയാണ് കേട്ടോ. അപ്പോൾ രണ്ടിനും മാറ്റല്ലേ, നമ്മൾ ഈ പൊടിച്ച പൊടി കൊണ്ട് വെച്ചാൽ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതിട്ട് കണ്ടാണ് നമ്മളിന്ന് നമ്മളെ ഇറച്ചി വെക്കുന്നത്. പിന്നെ ഞാൻ മക്കൾക്കൊക്കെ ചായ കൊടുത്ത് വെച്ചിട്ട് മദ്രസക്ക് പറഞ്ഞേക്കാണ് കേട്ടോ. അപ്പോൾ മദ്രസൊക്കെ തുറന്നല്ലോ, അപ്പോൾ ഓർക്ക് ചായയൊക്കെ കുടിച്ചിട്ട് മദ്രസക്ക് പോയി. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചോറ് ഊറ്റാണ് കേട്ടോ. ചോറൊക്കെ വന്നു. പിന്നെ ഞാൻ ചായ കുടിച്ചിട്ടില്ല, ഞാൻ വേഗം പണി ഒരുക്കാൻ നിൽക്കുകയാണ് കേട്ടോ. പോകുമ്പോൾ ചായ കുടിച്ചാന്ന് കരുതി. അപ്പോൾ അങ്ങനെ ഞാൻ ചോറ് ഊറ്റി നമ്മളെ ചെമ്പട്ടി ഒന്ന് വെള്ളം വറ്റിച്ചെടുക്കാൻ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ചോറ് ഊറ്റി കഴിഞ്ഞാൽ വെള്ളം വറ്റിയെങ്കിൽ അടി കേടരാതൊക്കെയുള്ളൂ ചോറ്റിൻ്റെ, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേന് ചോറ് കൊണ്ട് വരഞ്ഞു വിട്ടു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ചെമ്പട്ടിയൊക്കെ ചൂടാക്കി പിന്നെ ഇറച്ചി ഞാൻ അടുപ്പത്ത് വെച്ചിരിക്കണം കേട്ടോ. നമുക്ക് നമ്മളെ ഇറച്ചിക്കുള്ള മസാലകളൊക്കെ എന്നും ഉള്ള മസാലകൾ തന്നെയാണ്. മുളകും പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയും പിന്നെ കരിവേപ്പും പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ചതച്ചതും ഒക്കെ. പിന്നെ അങ്ങനെ ചോറൊക്കെ ഊറ്റിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ പാത്രം ഞാൻ മോറിയിട്ടില്ല, ഇനി ചായയുടെയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാതും ഒപ്പെടുത്ത് മോറാന്ന് കരുതി. അങ്ങനെ ഇനി പാത്രം മോറാണ്ട് അടിച്ചു വരണം, തുടക്കണം, തിരുമ്പാല്ല പിന്നെ ഞാൻ മെഷീനിലിട്ടിക്കണം കേട്ടോ. അപ്പോൾ അതൊരു ഭാഗത്ത് ഇങ്ങനെ തിരുമ്പിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഞാനിതാ ഇറച്ചി തിളച്ച് വന്നിക്കണം, ചോറ് ഊറ്റലൊക്കെ കഴിഞ്ഞിരിക്കണം കേട്ടോ. ഇനി നമുക്ക് നമ്മളെ ഇറച്ചി ഇതാക്കണം, വെള്ളം വറ്റി വരണം കുറച്ച്. അപ്പോൾ ഞാൻ തൂമിച്ചാനൊന്നും നിൽക്കണില്ല, വന്നിട്ട് തൂമിച്ചാന്ന് കരുതി. അപ്പോൾ ഇറച്ചി വെന്തിക്കണം കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ കുറച്ച് വറ്റി വന്നിക്കണം. അപ്പോൾ അങ്ങനെ ഞാൻ ഇറച്ചി പിന്നെ വാങ്ങി വെക്കാണ് കേട്ടോ. പിന്നെ വന്നിട്ട് ഇനി നമുക്ക് ഇറച്ചി തൂമിച്ചാന്ന് കരുതി. അപ്പോൾ ഇതാക്കണം അടിയും തോടിയും പാത്രം മോറലും ഒക്കെ കഴിഞ്ഞ് അടുപ്പും വീതനൊക്കെ വൃത്തിയാക്കിയിട്ടു കേട്ടോ. പിന്നെ ഞാൻ എന്താട്ടി വേഗം കുളിച്ചാൽ വേണ്ടി പോയിക്കാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ചായ കുടിച്ചിട്ടോ. ചായ കുടിച്ചിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ അതൊക്കെ എടുക്കാൻ നിന്നാൽ നേരം വെക്കും, പണി അവിടെ നിൽക്കും ചെയ്തു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ 9 മണീൻ്റെ ബസ്സിന് പോകണം. അപ്പോൾ ഇറങ്ങിക്കണ് കാരണം വിളിച്ചു കേട്ടോ. ഫോണിൽ വിളിച്ച് ഇറങ്ങിക്കണ്, ഞാൻ ഇറങ്ങിക്കണ്, ഇജ്ജ് ഇറങ്ങി ചോദിച്ചപ്പോൾ ഞാൻ മാറ്റി നിൽക്കുകയാണ്. അപ്പോൾ ഞാനും അങ്ങനെ മാറ്റി ഇറങ്ങിട്ടോ. അങ്ങനെ ഞാൻ ബസ് കയറുന്ന വീഡിയോസൊന്നും എടുത്തിട്ടില്ല. പിന്നെ ഞങ്ങൾ നിലമ്പൂർ ഇറങ്ങിയിട്ട് നടന്ന് പോകുകയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ബാങ്കിലെത്തി, ഞങ്ങൾ ബാങ്കൊക്കെ കയറി. പിന്നെ ബാങ്കിൽ നിന്ന് ഇറങ്ങിപ്പോരുന്ന വീഡിയോസ് എടുത്തിരിക്കുന്നത്. ബാങ്കിൻ്റെ ഉള്ളിലത്തെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. കാരണം ബാങ്കിൻ്റെ ഉള്ളിലൊക്കെ വീഡിയോ എടുക്കാൻ പേടിയാട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ ഒന്നും ബാങ്കിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ടില്ല. അത് കഴിഞ്ഞ് വന്നപ്പം AC-ൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുത്തിരിക്കല്ലേ ബാങ്കിൽ. അപ്പോൾ ഭയങ്കര തണുപ്പ് കഴിഞ്ഞിട്ടോ AC ഉണ്ടായിട്ട്. പുറത്ത് കണ്ടിറങ്ങിയപ്പോൾ എൻ്റെ മക്കളെ വല്ലാത്ത ചൂട്, നരകം കണ്ടു എന്ന് പറയാലോ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കുത്തിരുന്ന് ഇറങ്ങിയപ്പം
ഭയങ്കര ചൂട്. അപ്പോൾ ഈ പണിയെടുക്കണ കാര്യം എന്താ അല്ലേ? അപ്പോൾ നമ്മളിങ്ങനെ ആലോചിച്ചു, അവരെയൊക്കെ സംവേചനമാണ് മക്കളെ. അപ്പോൾ പിന്നെ ഞാൻ വന്നുകാണ്ട് കുറച്ച് നാരങ്ങ കലക്കി കുടിച്ചാണ് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് നമ്മളെ പുതിയാപ്പിളക്കാക്ക കൊടുത്തുവെച്ചിരിക്കണേ. മൂപ്പര് പണിക്ക് പോയിക്കണ വെയിലത്ത് കയറി വരുമ്പോൾ ഒരു ഗ്ലാസ് മൂപ്പർക്കും കൊടുക്കാൻ വിചാരിച്ചു വെള്ളം എടുത്ത് വെച്ചിരിക്കണം കേട്ടോ ഫ്രിഡ്ജിൽ. അങ്ങനെ ഞാൻ നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചു. പിന്നെ ഞാൻ കുറച്ച് വല്ലുള്ളിയും തക്കാളിയും കരിയേപ്പും പിന്നെ ഒരു 2 വറ്റൽമുളക് കൊടുത്തിക്കണം കേട്ടോ. ഞാൻ ഇറച്ചൊന്ന് തൂമിച്ചാതെയല്ലേ പോയിനത്, അപ്പോൾ വന്നിട്ട് തൂമിച്ചാന്ന് എഴുതിക്കാണ്ട് പിന്നെ അങ്ങനെ ഞാൻ വെളിച്ചെണ്ണ ചൂടാക്കി അതിക്ക് 2 മണി ഉലുവ ഇട്ട് കൊടുത്തിക്കണ്. അപ്പം പിന്നെ നമ്മൾ അതിക്ക് നമ്മളെ വറ്റൽമുളകും പിന്നെ കരിയേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു. പിന്നെ നമുക്ക് നമ്മളെ ഉള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാക്കണേ. അപ്പം പണിയൊക്കെ നമ്മൾ തിന്ന് നേരം വിളിക്കുമ്പോൾ തന്നെ 9 മണിയായപ്പോൾ തന്നെ പണിയൊക്കെ കഴിഞ്ഞിട്ടോ മക്കളെ. എത്ര എളുപ്പമെന്ന് അറിയാം. അപ്പം ഞാൻ അങ്ങനെ വിചാരിച്ചു, മാണം നിച്ചെങ്കിൽ കജ്ജാത്ത പണിയൊന്നുമില്ല. ഇതിപ്പോൾ എന്തെങ്കിലും ഒരു പണി എടുക്കുമ്പോൾ അവിടെ തോണ്ടിയിട്ടും ഇവിടെ തോണ്ടിയിട്ടും ആരെങ്കിലുമൊക്കെ കണ്ടാൽ വർത്താനം പറഞ്ഞിട്ടും അങ്ങനെ നിന്ന് കണ്ടാണ് നമ്മളെ പണിക്ക് നേരം വെക്കുന്നത്. ഇന്ന് ആരെങ്കിലുമൊക്കെ വർത്താനം പറയാൻ നിന്നാലും ഞാൻ പറയുന്നത് വെച്ചാൽ വർത്താനം പറയാൻ നേരമല്ല, നിലമ്പൂരറ്റൊന്ന് പോകണം പറഞ്ഞ് കാണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ കരുതിഞ്ഞെന്നും അങ്ങനെ കാട്ടാം, ഇന്നെങ്കിലേ ഇപ്പോൾ ശരിയാവുള്ളൂ വിചാരിച്ച്. അപ്പോൾ അങ്ങനെ നമുക്ക് മാണം നിച്ചെങ്കിൽ നമ്മളെ പണി എത്ര പെട്ടെന്ന് തീർക്കാം. അപ്പം അങ്ങനെ പിന്നെ ഇപ്പോൾ ആരെങ്കിലും മുണ്ടാനും പറയാനും വരുമ്പോൾ മുണ്ടാതെക്കാനും കഴിയൂല. അപ്പോൾ ഓരൊക്കെ കരുതൂല ഓളൊരു ഗമ്മ, ഒരു മുണ്ടാനും കൂടി നേരമില്ല എന്ന് കരുതും. അതെത്തിക്കാണ്ട് നമ്മൾ കുറേയൊക്കെ വർത്താനമൊക്കെ പറഞ്ഞ് നിൽക്കും കേട്ടോ. അങ്ങനെ അപ്പോൾ ഒന്ന് പോകാണ്ടായതുകൊണ്ടാണ് നമ്മൾ വേഗം വർത്താനത്തിനൊന്നും നിൽക്കാതെ വേഗം പണി ഒരുക്കിയത് എന്നപ്പം ചുരുക്കി പറയണത്. അപ്പോൾ അങ്ങനെ ഞാൻ നമ്മളെ ചട്ടിയിൽ കുറച്ച് വെള്ളമൊക്കെ ചുറ്റി പറഞ്ഞ് കേട്ടോ. അതിൽ കുറച്ച് മസാലയൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇനി അതൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. നമ്മൾ ഇറച്ചി മസാലയൊക്കെ ഇട്ടതല്ലേ, അപ്പോൾ ഒന്ന് നമ്മൾ ഇറച്ചിമ്പോൾ പിടിച്ചും വേണം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞു. പിന്നെ ചോറ് വെച്ചാനായതാ വലിയൊരു എല്ലുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ എല്ലിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്.